ജിൻ ഡോബ്രി ഗൈസ്, നമ്മൾക്കിന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ? പൊതിച്ചോറ് അതൊരു വികാരം തന്നെയാണ്. എനിക്ക് പൊതിച്ചോറ് എന്ന് പറയുന്നത് ഒരു ഫുഡ് മാത്രമല്ല, വാഴയിൽ പൊതിഞ്ഞ ഒരുപാട് നല്ല മെമ്മറീസ് ആണ്. ഞാൻ കഴിച്ച ഓരോ പൊതിച്ചോറിനും ഓരോ മെമ്മറീസ് ആണ്. ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ സമ്മർ വെക്കേഷൻ ടൈമാണ്. ഡൽഹിയിൽ നിന്ന് നാട്ടിലോട്ട് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇക്കാമ, അതായത് എൻ്റെ ഉമ്മ ഞങ്ങൾക്കായിട്ട് പൊതിഞ്ഞിരുന്ന പൊതിച്ചോറ്. ആ ട്രെയിൻ യാത്രയിലിരുന്ന് കഴിച്ച ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണം അത് തന്നെയായിരിക്കും. ട്രെയിൻ യാത്രയിൽ നിന്ന് ഫ്ലൈറ്റ് യാത്രകളിലോട്ട് മാറിയപ്പോഴത്തേക്കും ആ പൊതിച്ചോറ് കഴിക്കലെങ്ങനെ. എൻ്റെ ലൈഫിൽ വേറെയും ഒരുപാട് പൊതിച്ചോറുകൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. കടയിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ എല്ലാത്തിനും ഓരോ ഡിഫറെൻറ്റ് കഥയാണ്. ഈ ഒരു കുട്ടിക്കാലത്തെ കഥയ്ക്ക് പുറമെ എനിക്ക് എന്നും ഓർമ്മയിലിരിക്കുന്ന വേറൊരു പൊതിച്ചോറ് ഞാൻ എൻ്റെ പ്രഗ്നൻസി കഴിച്ചതാണ്. എനിക്ക് എന്താ കഴിക്കാൻ കൊതിയെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു പൊതിച്ചോറ് വേണമെന്ന് ഞാൻ ഉമ്മാടോനും പറഞ്ഞു. പിറ്റേ ദിവസം നല്ലൊരു പൊതിയും കിട്ടി എനിക്ക് കൊണ്ട് തന്ന ഇന്നും എനിക്ക് ഓർമ്മ. ഈവൻ ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്ന പൊതിച്ചോറ് പോലും നാളെ ഒരു ദിവസം ഒരു മെമ്മറി ആവും. എന്താ അല്ലേ, എന്തൊക്കെ കഥകളാണ് നമുക്ക് പൊതിച്ചോറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പഴയ ഓർമ്മകളൊക്കെ മൈൻഡിൽ കൂടെ ഇങ്ങനെ പോയപ്പോഴാണ് പെട്ടെന്നൊരു പൊതിച്ചോറ് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നല്ല വാട്ടിയ വാഴയില ഒഴിച്ച് ബാക്കി എല്ലാം നമുക്കുണ്ട്. ചോറും തോരനും ചമ്മന്തിയും മീൻ വറുത്തതും മുട്ട പൊരിച്ചതും അങ്ങനെ ഒരു നല്ല വിഭവസമൃദ്ധമായ ഒരു പൊതിച്ചോറ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഉണ്ട് പൊതിച്ചോറ് സ്റ്റോറീസ് എന്നാൽ നമ്മുടെ കമന്റ് സെക്ഷൻ ഓപ്പൺ ആണ്, അവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം ഞങ്ങൾ ആ ഓർമ്മകളൊക്കെ അയവർത്തിരുന്ന ഈ പൊതിച്ചോറ് കഴിച്ചു തീർക്കട്ടെ. ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.